ഇത് സെറ്റായിട്ട് തന്നെ ചെയ്യാൻ നോക്കുക. ഇതിൻ്റെ ബ്രേസ്ലെറ്റ് ചെയ്യുമ്പം ഇതിപ്പോൾ ഞാൻ ഇതിന് കണക്കാക്കിയാണ് ഈ മാല ചെയ്തേക്കുന്നത്. കണ്ടോ, ഇത്രയുടെ മാത്രമാണ് എൻ്റെ ഗുങ്കുരു കൊടുത്തിട്ടുള്ളൂ. അതിൻ്റെ ആ ഒരു വളച്ച് വെച്ചേക്കുന്ന ക്രിസ്റ്റൽ കൊടുത്തിട്ടുള്ളൂ, കുറച്ചേ കൊടുത്തിട്ടുള്ളൂ. അല്ല ഒത്തിരി കൊടുക്കണ്ട. ഒത്തിരി കൊടുത്തു കഴിഞ്ഞാൽ വലിയ രസമില്ല കേട്ടോ. അപ്പം ശരിയായില്ലേ? ഇത്രയും ഗ്യാപ്പ് ഇട്ടേക്കണേ, ഇത്രയും സ്പേസ് ഇട്ടേക്കണേ ഇതിൻ്റെ കമ്പിക്ക്, എങ്കിലത് ഹാങ് ചെയ്ത് കിടക്കത്തുള്ളൂ. എന്നിട്ട് ഇതിനെ പിടിച്ച് വെച്ചിട്ട് നമ്മളിങ്ങനെ ചുറ്റുക, മൂർച്ചയുള്ള കട്ടിംഗ് പ്ലെയർ വെച്ച് ഒന്ന് കട്ട് ചെയ്യുക. അപ്പോഴേ ഇങ്ങനെ ഈ കൂട്ടത്തിൽ ഇവരും ഇങ്ങനെ കിടന്നോളും. ബ്ലാക്ക് കണ്ടോ. ഹായ്, അങ്ങനെ ബുധനാഴ്ച എത്തി, ഞാനും എത്തി. അപ്പോൾ എല്ലാവരും ഓരോ വീഡിയോക്കായിട്ട് കാത്തിരിക്കണമെന്ന് എനിക്കറിയാം കേട്ടോ. ഓരോ ദിവസവും നിങ്ങൾ ബുധനും ശനിയും വെയിറ്റ് ചെയ്യണമെന്നുള്ളത് എനിക്കറിയാം. അങ്ങനെ ഇന്ന് നമ്മൾ എന്തായാലും വന്നിരിക്കുന്നത് ഒരു ബ്രേസ്ലെറ്റുമായിട്ടാണ്. സിമ്പിൾ ബ്രേസ്ലെറ്റ്, പക്ഷേ അതൊരു എലഗൻറ്റ് ലുക്കും ആയിരിക്കും. കൊച്ചു കുട്ടികൾ തൊട്ട് അമ്മമാർ വരെ അവർക്കെല്ലാം സുഖമായിട്ട് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ബ്രേസ്ലെറ്റാണ്. അപ്പോൾ ആ ബ്രേസ്ലെറ്റ് ഫസ്റ്റ് തന്നെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇതൊരു ബ്രേസ്ലെറ്റ്. ഇതൊക്കെ നല്ല ഷൈനിങ് ഉള്ള ക്രിസ്റ്റലാണ്. മറ്റൊരു ബ്രേസ്ലെറ്റ്, ഇതൊക്കെ വർക്ക് ചെയ്യുന്നതാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ഇതെൻ്റെ കയ്യിൽ കിടക്കുന്ന ബ്രേസ്ലെറ്റ് കണ്ടോ. പല രീതിയിൽ നമുക്ക് ചെയ്യാം, പക്ഷേ രീതിയെല്ലാം ഒന്ന് തന്നെയാണ്. പക്ഷേ ക്രിസ്റ്റൽസിൻ്റെ അളവനുസരിച്ചായിരിക്കും അതിൻ്റെ ഒരു ഭംഗി വരുന്നത്. ഇതിലേതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുള്ളത് പറയണം കേട്ടോ. അപ്പോൾ ഓരോന്നിനെ പറ്റിയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം, എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. ഇത്രയൊക്കെ എൻ്റെ അറിവിലുള്ളൂ, എൻ്റെ മെമ്മറിയിലുള്ളൂ. നിങ്ങൾക്ക് ഏതൊക്കെ മോഡൽ ചെയ്യാൻ പറ്റും എന്നുള്ളത് നിങ്ങളാണ് എനിക്ക് കാണിച്ചു തരേണ്ടത്. അപ്പോൾ അതങ്ങോട്ട് മാറിയിരിക്കട്ടെ. അപ്പോൾ ഇന്ന് നമുക്ക് ഇവിടെ കട്ടിംഗ് പ്ലെയറും പ്രസ്സിങ് പ്ലെയറും അങ്ങനെയൊന്നും ആവശ്യമില്ല. നൂല്, സൂചി, പശ ഇതൊന്നും ആവശ്യമില്ല. നമുക്കിന്ന് ആവശ്യം 3 കൂട്ടം കാര്യം മാത്രമേ ഉള്ളൂ. ഒന്ന് നമ്മുടെ ക്രിസ്റ്റലാണ് മെയിൻ താരം. ഈ ക്രിസ്റ്റൽ ഞാനൊരു 6 മാസത്തിന് മുമ്പ് ബോംബെ പോയപ്പോൾ എടുത്തുകൊണ്ട് വന്നതാണ് കേട്ടോ. എനിക്ക് ഇഷ്ടമുള്ളതാണ് ഞാൻ എടുത്തുകൊണ്ട് വരാറുള്ളത്. എനിക്ക് ഇഷ്ടമുള്ളത് എന്തായാലും എൻ്റെ കസ്റ്റമർക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ അങ്ങനത്തെയൊക്കെ ഞാൻ എടുത്തുകൊണ്ട് വരത്തുള്ളൂ. പിന്നെ ഇത് തന്നെ വേണമെന്ന് പറഞ്ഞ് പറയരുത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അധികമൊന്നും എൻ്റെ കയ്യിൽ കാണത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ മറ്റ് ക്രിസ്റ്റലിട്ട് അല്ലെങ്കിൽ നല്ല നിങ്ങൾക്ക് ഇഷ്ടം കണ്ണിന് ഇമ്പമുള്ള ക്രിസ്റ്റൽസ് ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ ബീഡ്സുകൾ ഉപയോഗിക്കുകയോ ഒക്കെ ചെയ്തിട്ട് നമുക്ക് ഈ ബ്രേസ്ലെറ്റ് തയ്യാറാക്കാം. പിന്നെ അടുത്തത് വേണ്ടത് നമുക്ക് ഹെഡ് പിന്നാണ്. ഹെഡ് പിൻ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഇതാണ് ഹെഡ് പിന്ന്. അടുത്തത് ഇലാസ്റ്റിക്. ഇതാണ് നമുക്ക് ഇന്നത്തെ ആവശ്യം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ കൊച്ചു കുട്ടികൾക്കും ഒക്കെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറഞ്ഞത്. നൂല്, സൂചി ഒന്നും വേണ്ടല്ലോ, ചുമ്മാ ഇതുവഴി നമുക്ക് ഈ സംഭവം ഉണ്ടാക്കിയിട്ട് അങ്ങ് കയറ്റി വിട്ടേച്ചാൽ മതി. അപ്പോൾ ചിലരെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മെസ്സേജ് അയക്കുന്ന ആവശ്യമില്ലാതെ ഇതിൻ്റെ ഓരോന്നിൻ്റെ റേറ്റ് അറിഞ്ഞാൽ മതി. അവർക്ക് റേറ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ അവർ പിന്നെ മൈൻഡ് ചെയ്യത്തില്ല. അതായത് അനക്കമില്ലാതിരിക്കും. ഞാൻ ചെയ്യുന്ന വീഡിയോസ് മാത്രമാണ് നിങ്ങൾ എനിക്ക് അയച്ചു തരേണ്ടത്. അതിൻ്റെ സാധനങ്ങളാണ് ഞാൻ കൊണ്ടുവരികയും നിങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്യേണ്ടത്. അല്ലാതെ നിങ്ങൾ നിങ്ങൾക്കൊക്കെ വേറെ ഏതെങ്കിലുമൊക്കെ മോഡൽ എടുത്തുകൊണ്ട് വന്ന് കാണിച്ചിട്ട് അതുണ്ടോ ഇതുണ്ടോ എന്ന് എൻ്റെ അടുത്ത് ചോദിക്കരുത്. കാരണം വെച്ചാൽ ഞാൻ ഇതൊക്കെ ബോംബെ പോയെങ്കിൽ എനിക്ക് ഈ പുതിയ മോഡൽസ് വരത്തുള്ളൂ. ആ വരുന്ന സമയം ആ മെറ്റീരിയൽസ് നിങ്ങളെ കാട്ടിത്തരാം, അതിൻ്റെ ജ്വല്ലറി നിങ്ങൾക്ക് കാട്ടിത്തരാം. അല്ലാതെ നിങ്ങൾ എവിടെയെങ്കിലും ആരുടെയിലൊക്കെ ഫോട്ടോസ് എടുത്ത് കൊണ്ടുവന്ന് ജ്വല്ലറിയുടെയൊക്കെ ഫോട്ടോസ് എടുത്ത് എന്നെ കാണിച്ചു തന്നിട്ട് അതുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ എൻ്റെ കയ്യിൽ അതൊന്നും കാണത്തില്ല. അതുകൊണ്ട് ഞാൻ ഇപ്പോഴേ പറയണേ, എൻ്റെ ജ്വല്ലറിയുടെ സാധനങ്ങളാണ് നിങ്ങൾ ചോദിക്കേണ്ടത് കേട്ടോ. എന്നെ വിശ്വാസമുള്ളവർ മാത്രം അത് വാങ്ങിക്കാൻ ശ്രമിക്കുക. അല്ലാതെ നിങ്ങൾ മറ്റുള്ള കാര്യങ്ങളിലേക്കൊന്നും എന്നെ ഇടപെടുത്തരുത്. ഞാൻ അതിനൊന്നും മെസ്സേജ് നിങ്ങൾക്ക് മറുപടി തരുന്നതുമല്ല. അത് ഓർമ്മയിരിക്കുക, അത് ഓർമ്മയിരുന്നോണം. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി ഇതിലേക്ക് നമ്മുടെ തൊഴിലിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ഒരു തൊഴിൽ പഠിപ്പിച്ച് തരാനാണ്, അത് വേറൊരു കാര്യം കൂടി. ഇതിൻ്റെ ഇടയ്ക്ക് ഞാനതും പറയുകയാണ്. ഒത്തിരി പേരെൻ്റെ ചോദിച്ചിട്ടുണ്ട് ഇതൊക്കെ ചെയ്ത് കൊടുക്കുമോ എന്നുള്ളത്, അവർക്ക് സെയിൽ ചെയ്യാനായിട്ട്. ഞാൻ നിങ്ങളെ ഒരു തൊഴിലാണ് പഠിപ്പിച്ചു തരുന്നത്. അത് നിങ്ങൾ ഇത് വർക്ക് ചെയ്ത് നിങ്ങൾ സെയിൽ ചെയ്യുക. അല്ലാതെ എന്നെയും കൊണ്ട് ഈ വർക്ക് ചെയ്യിപ്പിച്ചിട്ട് നിങ്ങൾ സെയിൽ ചെയ്യാനൊന്നും ഇരിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്നാൽ ചില ആൾക്കാർക്ക് അവർക്ക് ചെയ്യാൻ അറിയത്തില്ല. അവർക്ക് ഇങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും താല്പര്യം. അങ്ങനെയുള്ളവർക്ക് ഞാൻ ചെയ്ത് കൊടുക്കും കേട്ടോ. അവരെ ഉദ്ദേശമല്ല ഞാനിത് പറയുന്നത്. പക്ഷേ ഇത് ഇത്തിരി ആരോഗ്യമൊക്കെ ഉള്ളൊരു ചുമ്മാ ഇരുന്ന് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് അവർ സെയിൽ ചെയ്യാനാണ്, അവരെയാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അങ്ങനെ ഇതിപ്പോൾ ഒരു ആരോഗ്യം പോലും ഇല്ലാത്തവരും ഇത് ചെയ്യുന്നുണ്ട്. എനിക്കറിയാം. അവരുടെ മനസ്സിനൊക്കെ സന്തോഷം കിട്ടാൻ വേണ്ടിയാണ് ഇതൊക്കെ വർക്ക് ചെയ്യുന്നത്. അല്ലാതെ അവർ ഇതിൽ നിന്നൊന്നും കോടികളുണ്ടാക്കാമെന്നോ ലക്ഷങ്ങളുണ്ടാക്കാമെന്നോ ഒന്നും കണ്ടിട്ടില്ല. മനസ്സിൻ്റെ സന്തോഷം കാണുമ്പോൾ ഇത് വർക്ക് ചെയ്ത് കാണുമ്പോഴുള്ള സന്തോഷം, അതൊക്കെയാണ് അവർ നോക്കുന്നത്. അപ്പോൾ ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇതിനെ അങ്ങ് കട്ട് ചെയ്യുക. ക്രിസ്റ്റൽസിനൊക്കെ പല റേറ്റുകളാണ് കേട്ടോ. അതുകൊണ്ട് റേറ്റുകളൊന്നും എനിക്കിതിനകത്തൊന്നും പറയാൻ പറ്റുന്നില്ല.
ഞാൻ ഒരു റേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പോയിട്ട് കടക്കാരുടെ അടുത്ത് പറയാം അവർ പറഞ്ഞല്ലോ ഇത്രയൊക്കെ ഉള്ളെന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ റേറ്റ് ഒന്നിൻ്റെയും പറയത്തില്ല. എൻ്റെ സംഭവത്തിൻ്റെയൊക്കെ റേറ്റുകൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. അത് ഇതിലൂടെയല്ല പറഞ്ഞു തരുന്നത്, മെസ്സേജ് വഴി ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ എന്താണ് ഹെഡ് പിൻ എടുത്തു, ക്രിസ്റ്റലിനകത്തൂടെ ഹെഡ് പിന്ന് കയറ്റിയിട്ടുണ്ട് കണ്ടോ. ഇങ്ങനെ ചെയ്യുക. ഇങ്ങനെ ചോട്ടി പിടിച്ച് വെച്ചിട്ട് വേണം നമ്മൾ ഇതിനെ വളയ്ക്കാനായിട്ട്. ഇത് ഇങ്ങനെ പിടിച്ച് വെച്ചിട്ട് വേണം നമ്മൾ വളയ്ക്കാനായിട്ട്. കുറച്ച് ജസ്റ്റ് ഇതിന് മുകളിലായിട്ട് വെച്ച് ഇത്ര ഒരു ഗ്യാപ്പ് ഇടുക. എന്നിട്ട് ഇതിന് ഈ തുമ്പ് വേണം കേട്ടോ വർക്കിംഗ് വരാൻ വേണ്ടി. അല്ല നിങ്ങൾ ഇവിടെ നടുക്ക് കയറ്റി വളച്ച് കഴിഞ്ഞാൽ ദോഷം എന്താ പറയുക, ആ ഒരു ഇത്രയും വളവ് കാണും. ഈ തുമ്പാകുമ്പോഴത്തേക്ക് നല്ലൊരു ഷേപ്പിൽ നമുക്ക് കിട്ടും കണ്ടോ, ഇങ്ങനെ കിട്ടും. എന്നിട്ട് ഇതിനെ കട്ട് ചെയ്യുക. നിങ്ങൾ ആദ്യം ഇങ്ങനെ തന്നെ കുറേ അങ്ങ് വളച്ചിടുക. അതിനുശേഷം ഇതിനെ എല്ലാം എടുത്തിട്ട് കട്ട് ചെയ്ത് കളയുക. കട്ട് ചെയ്യാൻ നേരത്തെ നിങ്ങൾക്ക് ചേർത്ത് വെച്ച് കട്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പൊക്കിയിട്ട് ഇതാ ഇങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. അതായിരിക്കും നല്ലത്. ഇതാ ഇത്രയും നീളവും ഇടണമേ, കണ്ടല്ലോ ഇങ്ങനെ ഇടണം. എന്നിട്ട് ഇതിൻ്റെ അറ്റത്ത് ഈ ഹെഡ് പിന്നിൻ്റെ അറ്റത്ത് പിടിച്ചൊന്ന് ജസ്റ്റ് പൊക്കുക. എന്നിട്ട് കൈ വിടാതെ തന്നെ ജസ്റ്റ് ഒന്ന് വളച്ച് അകത്തോട്ട് വയ്ക്കുക. ഇത്രയേ ഉള്ളൂ സംഭവം. 3 വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതൊരു 30 എണ്ണമെങ്കിലും കുറഞ്ഞത്. അതായത് ഇങ്ങനെ ചുറ്റു വേണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ നോക്കി തന്നെയാണ്, ഓരോരുത്തർ കൈയളവ് നോക്കിയിട്ടാണ് നമ്മൾ ഇതുപോലെ വളച്ചിടുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ സെറ്റ് ചെയ്ത് നോക്കണം. ഒരു 10 ഗുങ്കുരു അല്ലെങ്കിൽ ഒരു 15 ഗുങ്കുരു ഇങ്ങനെ ആക്കിയതിന് ശേഷം ഇത് ഗുങ്കുരു അല്ല, ഗുങ്കുരു വേണമെങ്കിലും ആക്കാം നമുക്ക് ഇതുപോലെ തന്നെ ആക്കിയതിന് ശേഷം നമ്മളൊന്ന് സെറ്റ് ചെയ്ത് നോക്കുക. ഈ സെറ്റ് ചെയ്യുന്നതൊന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ, അന്നേരം നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. അങ്ങനെ നമുക്കിത് ഫുള്ള് നമ്മൾ ഗുങ്കുരു ആക്കിയത് വെക്കാൻ പോവാണേ. നമുക്ക് ആവശ്യമുള്ള അത്രയും നമ്മൾ ഗുങ്കുരു കമ്പി വളച്ച് വെച്ചിട്ടുണ്ട് കണ്ടല്ലോ. ഇനി ഇതിനെ അടുത്ത് നമുക്ക് സെറ്റ് ചെയ്യാം. എല്ലാം സ്റ്റെപ്പായിട്ട് വേണം ചെയ്യാനായിട്ട്. ഈ കമ്പി ഒന്ന് വളച്ച് ക്രിസ്റ്റലിനെ മാറ്റി വയ്ക്കുക. അതിന് ശേഷം നമ്മളിതാ ഇതുപോലെ ഇലാസ്റ്റിക് എടുക്കുക. ഇലാസ്റ്റിക് ഇപ്പോഴേ അങ്ങ് കട്ട് ചെയ്യേണ്ട കാര്യമില്ല, നമുക്ക് പിന്നീട് കട്ട് ചെയ്താൽ മതിയാവും. ഇത് പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഞാൻ ചെയ്യുന്ന ഒരു മോഡൽ ഇതാണ്. 2 ക്രിസ്റ്റലാണ് ഞാൻ ആദ്യം ഇടുന്നത്. ഇത് 8 mm ക്രിസ്റ്റലാണ് കേട്ടോ. ഇതുപോലെ 2 ക്രിസ്റ്റൽ ഇടും. അതിനുശേഷം ഈ വളച്ച് വെച്ചേക്കുന്ന ക്രിസ്റ്റലിനെ 3 എണ്ണം ഇടും. വീണ്ടും നമ്മൾ 2 ക്രിസ്റ്റൽ ഇടും. ഇങ്ങനെ അങ്ങോട്ട് തുടർച്ചയായിട്ട് ചെയ്ത് കൈയുടെ അളവ് നോക്കിയിട്ട് സ്റ്റോപ്പ് ചെയ്യുക. ഞാനിത് ഫുൾ വർക്ക് ചെയ്തിട്ട് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പോൾ ഫുൾ വർക്കാണ് കേട്ടോ ഞാൻ ചെയ്ത് വെച്ചേക്കുന്നത്. പക്ഷേ ചിലർക്ക് ഫുള്ള് വേണ്ട. ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. എല്ലാത്തിനും ഒരു സമയം കണ്ടെത്തി നമ്മൾ ചെയ്യുക. വീട്ടിലെ ജോലികളെല്ലാം കഴിഞ്ഞ് സമാധാനത്തോടെ ഇരുന്ന് വേണം ഇതൊക്കെ ചെയ്യാൻ. അല്ലാതെ അടുപ്പിലൊക്കെ ഓരോന്ന് വെച്ചിട്ടൊന്നും പോയിരുന്ന് ചെയ്യല്ലേ, നമ്മൾ ഇതിലേക്കായി പോകും. അവസാനം നമുക്ക് ഇതുമില്ല അതുമില്ലാതായി പോകും കേട്ടോ. ഞാൻ അതുകൊണ്ട് എൻ്റെ എല്ലാ ജോലികളും ചെയ്തതിന് ശേഷം മാത്രമാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. ഓരോ ജോലിയൊക്കെ ചെയ്യാൻ ഈ വർക്കിലേക്ക് വരുമ്പോൾ കുറച്ച് ശ്രദ്ധ അത്യാവശ്യമായ ഒരു കാര്യമാണിതിന്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കൈയുടെ അളവ് നോക്കിയിട്ട് വേണം ഇലാസ്റ്റിക് കട്ട് ചെയ്യാനായിട്ട്. ഇത് മതിയാവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് കളയല്ല കേട്ടോ, കട്ട് ചെയ്യാം. കുറച്ച് കൂടുതൽ എടുത്തോണേ. അറിയാൻ വയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഞാനൊക്കെയാണെങ്കിൽ കറക്റ്റ് എടുക്കും. പക്ഷേ അറിയാൻ വയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ അത് പാടുപെടും. കാരണം അവർക്ക് കെട്ടാൻ ഇലാസ്റ്റിക് തികയാതൊക്കെ വരും. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞു. ഇനി നമ്മുടെ കൈയുടെ അളവ് നോക്കുക. ഞാൻ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് കേട്ടോ ഇലാസ്റ്റിക്. അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് മാത്രം നോക്കിയിട്ട് ഓരോരുത്തർ ചെയ്യുന്നുണ്ട്. അവസാനം അത് കെട്ടാനും പറ്റുകയില്ല, ഒന്നും പറ്റത്തില്ല. അങ്ങനെയൊക്കെ വരും. ഇത്രയും മതിയാവും. ഇനി ഇതിനെ കെട്ടുന്നതുണ്ട്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, എന്നാലും ഞാനത് പറയുന്നു എന്നേ ഉള്ളൂ. കെട്ടുമ്പോൾ ബാക്കി വരുന്ന ഈ ഇലാസ്റ്റിക്കിനെ ഒന്ന് ജസ്റ്റ് ഈ സാമ്പ്രാണിത്തിരി വെച്ച് വേണം ഒന്ന് ഒരുക്കി വിടാനായിട്ട്. അല്ലാതെ തീയിൽ കൊണ്ടൊന്ന് കാണിച്ചു കൊടുക്കല്ലേ,
കംപ്ലീറ്റ് പോയി കിട്ടും. ഇന്ന് നിങ്ങൾക്ക് ഒരുപാട് വലിയ ടിപ്സ് ഒന്നും കിട്ടിയില്ല കേട്ടോ. ഒരു ടിപ്പ് ഇതാണ്, സാമ്പ്രാണിത്തിരിയില്ലേ, അത് വെച്ചാണ് നമ്മൾ ഇതിൻ്റെ എൻഡ് ഉരുക്കുന്നത് കേട്ടോ. അങ്ങനെ ചെയ്യാവൂ. അങ്ങനെ ഇത് കട്ട് ചെയ്ത് കളഞ്ഞു. ഇത് മാറ്റട്ടെ. ഓരോന്നിനെ പറ്റി ഞാൻ നിങ്ങൾക്ക് വിശദമായിട്ട് വിവരിച്ച് തരുന്നതായിരിക്കും. ഇതെൻ്റെ പഴയ സംഭവം. ഇതെനിക്കൊരു ഭയങ്കര ഇഷ്ടമുള്ളൊരു ബ്രേസ്ലെറ്റാണ് കേട്ടോ. പല ഒരു ഷെയ്ഡുണ്ട് അല്ലേ. നല്ല രസമല്ലേ. ഇത് സെറ്റായിട്ട് തന്നെ ചെയ്യാൻ നോക്കുക. ഇതിൻ്റെ ബ്രേസ്ലെറ്റ് ചെയ്യുമ്പം ഇതിപ്പോൾ ഞാൻ ഇതിന് കണക്കാക്കിയാണ് ഈ മാല ചെയ്തേക്കുന്നത്. കണ്ടോ, ഇത്രയുടെ മാത്രമാണ് എൻ്റെ ഗുങ്കുരു കൊടുത്തിട്ടുള്ളൂ. അതിൻ്റെ ആ ഒരു വളച്ച് വെച്ചേക്കുന്ന ക്രിസ്റ്റൽ കൊടുത്തിട്ടുള്ളൂ. കുറച്ചേ കൊടുത്തിട്ടുള്ളൂ, അല്ല ഒത്തിരി കൊടുക്കണ്ട. അപ്പോൾ ഒത്തിരി കൊടുത്തു കഴിഞ്ഞാൽ വലിയ രസമില്ല കേട്ടോ. അപ്പം ശരിയായില്ലേ. അപ്പോൾ അതിന് കണക്കാക്കി ബ്രേസ്ലെറ്റ്. പിന്നെ ചിലർക്ക് എങ്ങനെയാണെന്നറിയാമോ, അതിനാണ് ഞാൻ 2-3 മോഡൽ കാണിച്ചു വെച്ചേക്കുന്നത്. ഇവിടെ ഞാൻ കുറച്ച് ക്രിസ്റ്റൽ വെച്ചിട്ടുള്ളൂ, കുറച്ച് ക്രിസ്റ്റൽ വരച്ച് ബാക്കിലോട്ട്. കൈയുടെ പുറകിൽ വശത്തൊന്നും ആരും കാണത്തൊന്നുമില്ലല്ലോ, ഈ ഫ്രണ്ട് വശത്ത് മാത്രം. പിന്നെ വലിയ ക്രിസ്റ്റൽ, ഇതിപ്പോൾ വലിയ ക്രിസ്റ്റൽ 8M ക്രിസ്റ്റലാണ് ഈ ചെയ്ത് വെച്ചേക്കുന്നത്. അതിനും ഒരു ഭംഗിയുണ്ട്. ഇത് വന്നിട്ട് 6mm ആണ് ഈ കുഞ്ഞ് ക്രിസ്റ്റൽ ചെയ്തേക്കുന്നത്, ഇതിൻ്റെ ഇടയ്ക്ക് കിടക്കുന്നത്. ഇതൊക്കെ 8mm ആണ്. അപ്പോൾ ഇതിനും ഒരു ഭംഗിയുണ്ട്, ഇതിനും ഒരു ഭംഗിയുണ്ട്. അല്ലാതെ എല്ലാത്തിനും ഒരു ഭംഗിയുണ്ട് ചെയ്യുന്നതിന്. പക്ഷെ നമുക്ക് ഒന്നിനൊന്നിനും നല്ല ഒരു ഭംഗി കൂടുതലായിട്ട് തോന്നാറുണ്ട്. പിന്നെ ഇത് കണ്ടോ, ചിലർക്ക് ഇങ്ങനെ ഫുൾ ചെയ്യുന്ന ഇഷ്ടമായിരിക്കില്ല. അവരെന്ത് ചെയ്യും, ഫ്രണ്ടിൽ വന്ന് കിടക്കത്തക്ക വിധത്തിൽ മാത്രം ചെയ്യും. ഇങ്ങനെയും നമുക്ക് ചെയ്യാം. കണ്ടോ, ബാക്കി ഇങ്ങനെ പോകും. ഇത് കണ്ടോ, ഇത് വൈറ്റ് ക്രിസ്റ്റലാണ്. ഇതിന് ക്യാപ്പ് ഇട്ടാണ് ഞാൻ ചെയ്തേക്കുന്നത്. ഗോൾഡൻ ക്യാപ്പ്. അത് 6mm ക്യാപ്പാണ് ഇട്ടേക്കുന്നത്. നമ്മളൊരു ക്രിസ്റ്റൽ എടുക്കുമ്പോഴത്തേക്ക് ആ ക്യാപ്പും കൂടി നോക്കണം, അതിന് കറക്റ്റാണോ. അല്ലെങ്കിൽ പിന്നെ അതിനേക്കാളും ഓവറായിട്ട് നിൽക്കുന്നെങ്കിൽ അതിന് ഒരു വലിയ ഭംഗിയൊന്നും കാണത്തൊന്നുമില്ല. അപ്പോൾ ഇത് 6mm ക്യാപ്പും 8mm ക്രിസ്റ്റലുമാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ കണ്ടല്ലോ നിങ്ങൾ ക്രിസ്റ്റൽ ബ്രേസ്ലെറ്റുകളെല്ലാം. ഇപ്പോൾ ഇനി നിങ്ങൾക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിക്കൂടെ, ഇഷ്ടംപോലെ ഉണ്ടാക്കിക്കൂടെ, ഗിഫ്റ്റ് കൊടുത്തുകൂടെ. ഇതുപോലെയൊക്കെ നിങ്ങൾ കടകളിലൊക്കെ പോയി ഓരോ സാധനങ്ങൾ വാങ്ങിച്ച് ഗിഫ്റ്റ് കൊടുക്കാൻ ശ്രമിക്കാതെ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കി കൊടുക്കുക. കണ്ടോ, ഇതിപ്പോൾ ഒരു സെറ്റ് മാലയായി, ബ്രേസ്ലെറ്റായി. ഇതിൻ്റെ തന്നെ കമ്മലും ഉണ്ടാക്കാം നമുക്ക്. ഇപ്പം എനിക്ക് കമ്മലുണ്ടാക്കാൻ പറ്റില്ല, അതിനുള്ള ടൈമില്ല, അതുകൊണ്ടാണ്. പക്ഷേ നല്ല രസമല്ലേ കാണാനായിട്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം. ക്രിസ്റ്റലുകൾ വാങ്ങിച്ച് തന്നെ നോക്കുക. എന്നെക്കൊണ്ട് പറ്റുന്ന എൻ്റെ കയ്യിലുള്ളതൊക്കെ ആണെങ്കിൽ ഞാൻ തരാം. ഞാൻ എന്തായാലും വരുത്തുന്ന ക്രിസ്റ്റലുകളൊക്കെ നിങ്ങളെ അടുത്ത വീഡിയോയിൽ ഞാൻ കാണിക്കാം. എനിക്ക് എന്തൊക്കെ സാധനങ്ങളാണ് ബോംബെയിൽ നിന്ന് വരുന്നതെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോയിലൂടെ കാണിച്ചു തരുന്നത്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ എൻ്റെ കയ്യിൽ എന്തൊക്കെ സാധനങ്ങളുണ്ടെന്നുള്ളത്. അത് മാത്രം ചോദിക്കുക. ഞാൻ ഓരോ സമയത്ത് പോയി നമ്മൾ ഓർഡർ കൊടുത്തിട്ടാണ് ഇതൊക്കെ വരുന്നത്. അല്ല ഞാൻ പോയിട്ട് വരുന്ന സംഭവമല്ല. ഞാൻ പോയിട്ട് വരികയാണെങ്കിൽ ഇഷ്ടം പോലെ ഐറ്റംസ് കാണും, ഇഷ്ടം പോലെ. ഇപ്പം ഞാൻ പോകാതെ ഞാൻ വീഡിയോ കോൾ ചെയ്ത് കണ്ട് നമ്മൾ എടുക്കുന്നതാണ്. അപ്പോൾ ആ വീഡിയോ കോൾ കണ്ട് ചെയ്യുന്നതും നേരിട്ട് കണ്ടെടുക്കുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ടാകും. അപ്പോൾ ഇതിലൊരു ഡൗട്ടും നിങ്ങൾക്ക് ഉണ്ടാകത്തില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം ഇതൊക്കെ പെട്ടെന്ന് ഊരിയെടുക്കാൻ സൗകര്യമാണല്ലോ, ഇലാസ്റ്റിക് ആയതുകൊണ്ട്. അതുപോലെ തന്നെ ഈ പാഴ്സലുകൾ നമ്മൾ അയക്കുന്നുണ്ടല്ലോ, അത് ചിലരൊക്കെ 15 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മളെ വിളിച്ച് പറയുന്നത് കിട്ടിയില്ല. അപ്പോഴൊക്കെ നമുക്കും ഭയങ്കര അതിശയമായിപ്പോവും. അതെന്തുകൊണ്ടെന്ന് കഴിഞ്ഞാൽ 3 ദിവസം കഴിഞ്ഞ് നിങ്ങൾ ദയവായി ഞങ്ങളെ അറിയിക്കുക, ഞങ്ങൾക്ക് പാഴ്സൽ വന്നിട്ടില്ല, അയച്ചിട്ടുണ്ടോ. അപ്പം നമുക്കതിൻ്റെ ട്രാക്ക് നോക്കാൻ പറ്റും, എവിടെ വരെ ആയി എന്നുള്ളത്. ഇത് 15 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് ആൾക്കാർ വിളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതുകൊണ്ട് നിങ്ങൾ 3 ദിവസം കഴിഞ്ഞ ഉടൻ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക, ഞങ്ങൾക്ക് വന്നിട്ടില്ല. അപ്പം നമുക്കത് നോക്കാൻ പറ്റും. പിന്നെ അത് കഴിഞ്ഞ് ഇവർ ഫോൺ ചെയ്യും. അതിനകത്ത് ഞങ്ങൾ കൊടുത്തേക്കുന്ന നമ്പർ നിങ്ങളുടെയും കൊടുക്കും, ഞങ്ങളുടെ നമ്പരും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ നമ്പറിൽ അവർ വിളിക്കാതെ ഇരിക്കത്തില്ല. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ എടുക്കാതിരിക്കുകയോ ഒന്നീ കാണാതിരിക്കുകയോ എന്തെങ്കിലും ആയിരിക്കാം. അത് വരുമ്പോഴത്തേക്ക് അവർ 2ാമതും 3ാമതൊന്നും കിടന്ന് വിളിക്കത്തൊന്നുമില്ല. അതുകൊണ്ട് അത് നിങ്ങൾക്ക് കിട്ടുന്ന നമ്പർ മാത്രം നിങ്ങൾ ഞങ്ങൾക്ക് തരിക, വിളിച്ചാൽ എടുക്കുന്ന നമ്പർ മാത്രം തരിക കേട്ടോ. ഇനി അങ്ങനെ വരാതിരിക്കട്ടെ. കുറേ പേർക്ക് അങ്ങനെ സംഭവിച്ചു. അപ്പോൾ അവർ ഞങ്ങൾ കോൺടാക്റ്റ് ചെയ്യുമ്പോഴത്തേക്കും അവർ പറയുന്നത് വെച്ചാൽ വിളിച്ചിട്ട് എടുത്തില്ല എന്നാണ്. അങ്ങനെയൊക്കെയാണ് അവർ പറയുന്നത്. അതുകൊണ്ട് ഇനി അങ്ങനെ സംഭവിക്കല്ലേ.
അതുകൊണ്ട് പെട്ടെന്ന് നമ്മളിവിടെ നിന്നെല്ലാം അയക്കുന്നുണ്ട്, ഞങ്ങൾ അയക്കുന്ന ദിവസം വരെ പറയുന്നുണ്ട്. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആകുന്നുണ്ട്. കാര്യം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഈ ഓരോ കാര്യങ്ങളുണ്ടല്ലോ, വീഡിയോ എടുക്കണം, എഡിറ്റിംഗ് ഉണ്ട്, പിന്നെ പാഴ്സൽ ഇത് ഇവിടെ എല്ലാം പറക്കി വെച്ച് എല്ലാവർക്കും അയക്കണം. ഇത് നിമിത്തം എന്താ ഇപ്പോൾ സംഭവിക്കുന്നത്, നമ്മുടെ യൂട്യൂബിൻ്റെ കമൻസിന് ഇപ്പോൾ ഞങ്ങൾക്ക് മറുപടി കൊടുക്കാൻ പറ്റുന്നില്ല, സമയം കിട്ടുന്നില്ല. ചിലപ്പോൾ രാത്രി 2 മണി വരെ നമ്മൾ ഇവിടെ കുത്തിയിരുന്ന് ഓരോന്നൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ആണെങ്കിലും പറഞ്ഞാൽ ഇത്രയും കളേഴ്സ് കാണിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ ഇതൊക്കെ വർക്ക് ചെയ്തതെല്ലാം നിങ്ങളെ കാണിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾക്കൊരു ഐഡിയ കിട്ടണ്ടേ? അല്ല ഞാൻ ഈ ചെയ്യുന്ന മാത്രം വെച്ച് കാണിച്ചാൽ അതൊരു ഐഡിയ കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പല രീതിയിൽ നിങ്ങളെ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതെല്ലാം വരുമ്പോഴത്തേക്ക് ഇപ്പോൾ സത്യം പറഞ്ഞപ്പോൾ യൂട്യൂബിന് 2-3 ദിവസത്തേക്ക് 2-3 പ്രാവശ്യത്തെ ഓരോന്നിനും ഞങ്ങൾ കമൻസിനൊന്നും മറുപടി കൊടുത്തിട്ടേയില്ല. അതൊക്കെ മറുപടി തരും, ഇച്ചിരി താമസിച്ചാലും അതിനെല്ലാം റിപ്ലൈ തരുന്നതാണ് കേട്ടോ. പിന്നെ എന്തൊക്കെയുണ്ട് നിങ്ങളുടെയൊക്കെ വിശേഷങ്ങളൂടെ എന്നെയൊക്കെ അറിയിക്കുക. അപ്പോഴല്ലേ നമുക്കൊരു കേൾക്കാനൊരു സുഖം വേണ്ടേ. അതുപോലെ നമുക്കൊരു എറണാകുളത്തൊരു അമ്മ ഉണ്ടായിരുന്നല്ലോ, അമ്മയുടെ വേറെ വിശേഷങ്ങളൊന്നും ഞാൻ അറിഞ്ഞില്ല. ഓപ്പറേഷൻ എന്തോ ആയിരുന്നു എന്ന് പറഞ്ഞ് സക്സസ് ആയി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ അതുപോലെ നിങ്ങളൊക്കെ മെസ്സേജ് അയക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വിളിക്കുക. കാരണം ഒരുപാട് പേര് ദിവസവും നമുക്ക് മെസ്സേജുകൾ അയച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എല്ലാ നമ്പറുകളും നമുക്ക് സേവ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ എന്തെങ്കിലും റിപ്ലൈ കിട്ടിയില്ലെങ്കിൽ ഇടയ്ക്കൊന്ന് വിളിച്ച ഒരു പ്രശ്നവുമില്ല, നമ്മൾ എടുക്കുന്നതാണ്. കഴിവതും നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ രാത്രി 8 മണിക്ക് ശേഷം ഞാൻ മിക്ക ആൾക്കാരെയും വിളിക്കുന്നുണ്ട്. അവർ പോലും പ്രതീക്ഷിക്കാതിരിക്കുമ്പോഴായിരിക്കും എൻ്റെ കോൾ ചെല്ലുന്നത്. അതുപോലെ ഞാൻ നിങ്ങളെയൊക്കെ വിളിക്കും. എൻ്റെ ഹസ്ബൻഡാണ് ഇതെല്ലാം നോക്കുന്നത്. പുള്ളി അപ്പോൾ എൻ്റെ അടുത്ത് പറയും ഇന്നാർ കോൾ ചെയ്യുന്നു, വിളിക്കട്ടെ എന്ന് ചോദിക്കുന്നു. അപ്പോഴേ ഞാൻ എത്ര തിരക്കാണെങ്കിലും ശരി, ഞാൻ അപ്പോഴെല്ലാം വർക്കിലിരിക്കുകയായിരിക്കും. അപ്പോഴൊക്കെ ഞാൻ പറയാം ശരി എടുത്തു എന്ന് പറയും. അങ്ങനെയൊക്കെയാണ് ഞാൻ നിങ്ങളെ വിളിക്കുന്നത്. ഇപ്പം സത്യം പറഞ്ഞാൽ ഒരു സമയം പോലും വെറുതെ ഇരിക്കാനായിട്ട് ഇല്ല. എനിക്ക് തോന്നുന്നു ഞാൻ മിക്ക രാജ്യങ്ങളിലെയും രാജ്യക്കാരുടെ അടുത്ത് ഞാൻ എത്തിയിട്ടുണ്ട്. കാരണം എനിക്ക് ഓരോ സ്ഥലത്തു നിന്ന് എന്നെ സ്നേഹത്തോട് വിളിക്കുന്നുണ്ട്, ഓരോ രാജ്യത്തു നിന്ന്, സിംഗപ്പൂർ, UK, USA. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ എല്ലാവരുടെയും അടുക്കൽ എത്തിക്കഴിഞ്ഞു എന്നുള്ളത്. അപ്പം എനിക്കും അത് സന്തോഷമാണ്. നിങ്ങളുടെ പുതിയ ഡിസൈനുകളൊക്കെ ഉണ്ടെങ്കിൽ എനിക്കൊന്ന് സെൻഡ് ചെയ്ത് തരിക. നിങ്ങൾക്ക് ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഓരോരോ ഡിസൈൻ. പക്ഷേ എനിക്കിപ്പോൾ ഇവിടെ സാധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷോപ്പുകളിലൊക്കെ ക്രിസ്റ്റൽ കിട്ടും, കുറച്ച് ചേടാപ്പെട്ടി കിട്ടും, കുറച്ച് മിഡി പ്ലേറ്റ് കിട്ടും, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളെ കിട്ടത്തുള്ളത്. ഇത് വെച്ചാണ് ഞാൻ ഓരോന്നൊക്കെ തൽക്കാലം കാട്ടിക്കൂട്ടി പോകുന്നത്. അതേസമയം നമ്മൾ പോയി പർച്ചേസ് ചെയ്യുമ്പോഴത്തേക്ക് അവിടെ നല്ല ഡിസൈൻ, എനിക്ക് പിന്നെ തലച്ചോറിങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ആ ഡിസൈൻ ഈ ഡിസൈൻ ചെയ്യണം, അതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ തന്നെ ഞാൻ അതിൻ്റെ എല്ലാം ചേരുവകളെല്ലാം കൂടി കൂട്ടിച്ചേർത്ത് വാങ്ങിക്കും. ചിലപ്പോൾ നമ്മൾ ഒരു ഡിസൈൻ തലയിൽ പ്രവർത്തിച്ച് തുടങ്ങുമ്പോൾ അതിൻ്റെ ആ ഐറ്റംസ് അപ്പോഴവിടെ കാണത്തില്ലായിരിക്കും. പക്ഷെ ഇങ്ങനെ നടന്ന് പോകുമ്പോഴായിരിക്കും എനിക്ക് സാധനത്തിൻ്റെ കൂടെ ചേർക്കാൻ പറ്റിയ ഈ സാധനമാണല്ലോ, അങ്ങനെയൊക്കെ ഞാൻ ഒപ്പിച്ചുകൊണ്ട് വരുന്നത്. അല്ല ഒരു ഷോപ്പിൽ നിന്നേ അല്ല എൻ്റെ പർച്ചേസിങ്. സത്യം പറഞ്ഞാൽ ബോംബെയിലൊക്കെ പോകുമ്പോഴല്ലോ തുള്ളി വെള്ളം പോലും കുടിക്കാനായിട്ട് സമയം കിട്ടാറില്ല, പട്ടിണിയാണ്. പക്ഷേ നല്ലവരായ കടക്കാരുണ്ടല്ലോ അവിടുത്തെ, നമ്മളെ വിശക്കാൻ അനുവദിക്കത്തില്ല. അവിടെ നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ 1 മണിക്കൂറൊന്നും അല്ലല്ലോ, ചിലപ്പം ഈ രാവിലെ കയറുന്നത് വൈകിട്ടായിരിക്കും നമ്മൾ ഇറങ്ങുന്നത്. ഈ സമയം നമുക്ക് അവർ വേണ്ടുന്ന ഫുഡുകളൊക്കെ വാങ്ങിച്ചു തരും, സ്നാക്സുകളൊക്കെ വാങ്ങിച്ചു തരും, കോഫികൾ, മറ്റേ അവരുടെ മസാല ചായകളൊക്കെ ഉണ്ടല്ലോ, ഇഷ്ടം പോലെ വരുത്തിച്ച് തരും. അതുകൊണ്ട് നമ്മൾ ഇതൊന്നും അറിയില്ല, ജ്യൂസും ഒക്കെ നമുക്ക് വാങ്ങിച്ചു തരും. അപ്പോൾ ഇനി നമ്മളെന്തായാലും അടുത്ത വീഡിയോ നമ്മൾ എന്താ ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയണ്ടേ. അടുത്ത വീഡിയോ ഞാൻ എന്തായാലും അമ്മമാർക്ക് വേണ്ടിയുള്ള ഒരു മാലയായിരിക്കും ചെയ്യുന്നത്. കരിമണി ട്യൂബും ഒക്കെ ചേർത്തിട്ടുള്ള കരിമണി, അത് നമുക്കൊരു 2-3 ഡിസൈനുകൾ നമുക്ക് ചെയ്യാൻ പറ്റും. അത് അമ്മമാർക്കൊക്കെ നല്ല ഉപകാരമായിരിക്കും. അമ്മമാർക്ക് മാത്രമല്ല, ഈ അമ്മമാർക്കെന്ന് പറയുമ്പോഴത്തേക്ക് അവർക്ക് ഇത്ര ലെന്ത് കൂടുതൽ വേണം. അതേ സാധനം തന്നെ നമുക്ക് ഷോർട്ടാക്കി ഇടുമ്പോഴത്തേക്ക് ചെറുപ്പക്കാർക്ക് ഇടാം. അങ്ങനെ എല്ലാവരും ഉദ്ദേശിച്ചുകൊണ്ടുള്ളതായിരിക്കും അടുത്ത വരുന്ന ശനിയാഴ്ച നമ്മൾ ഇടാൻ പോകുന്നത്. പിന്നെ മറന്നിട്ടില്ല, ആ ത്രെഡ് വർക്ക് ഞാൻ മറന്നിട്ടില്ല, ഞാനത് ചെയ്യാം. നമ്മൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതൊക്കെ കയ്യിലെടുക്കാൻ കിട്ടുന്ന സാധനങ്ങളാണ്. പക്ഷെ നൂലെന്ന് പറയുന്ന സാധനം ഒന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കും, അതെല്ലാം വർക്ക് ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ടൈം എടുക്കുന്നത്. കാണിക്കുമ്പോൾ അതിൻ്റേതായ രീതിയിൽ നിങ്ങളെ കാണിച്ചാലേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ മേശയിലൊന്നും ഇരുന്ന് നമുക്കത് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. കുഷ്യൻ പോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ വെച്ച് നമ്മൾ പിൻ ചെയ്ത് നമുക്കത് വർക്ക് ചെയ്ത് കാണിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനുള്ള സെറ്റപ്പൊക്കെ ചെയ്തിട്ടേ ഞാൻ ആ വർക്ക് കാണിക്കത്തുള്ളൂ. അത് മാത്രമല്ല ലോക്കറ്റുകളൊക്കെ ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ ലോക്കറ്റ് വർക്ക് ചെയ്ത് കാണിക്കാമെന്നല്ലേ ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് ത്രെഡ് വർക്ക് ഇപ്പം ചിലർക്ക് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്റ്റൽ ഓക്കെ കുഴപ്പമില്ല, ശരീരത്തിന് യാതൊരു പ്രോബ്ലം ഉണ്ടാവില്ല. പക്ഷേ
ചിലർക്ക് ഗോൾഡിൻ്റെ അംശം ശരീരത്തിലോട്ട് കയറുമ്പോഴത്തേക്ക് അവർക്ക് ചൊറിച്ചിൽ അങ്ങനെയൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഞാൻ കൊണ്ടുവരുന്ന മെറ്റീരിയൽസ് അങ്ങനത്തെ ഐറ്റംസ് അല്ല, മൈക്രോ പോളിഷാണ് നമ്മൾ എത്തിക്കുന്നത്. പക്ഷേ എന്നാലും പറയാൻ പറ്റത്തില്ലല്ലോ, ഓരോരുത്തരുടെ പ്രകൃതി എങ്ങനെയാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ത്രെഡ് ആകുമ്പോഴത്തേക്ക് ഒരു പ്രശ്നവുമില്ല. അത് ഇവിടെ നിന്ന് ഇവിടം വരെ എന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് ലോക്കറ്റുകളൊക്കെ ഇടാം. അങ്ങനെ വരുമ്പോൾ അങ്ങനെയൊക്കെയുള്ള ഓരോ സംഭവങ്ങളൊക്കെ എത്തിക്കുന്നതാണ്. പക്ഷെ ഒരുപാട് സംഭവങ്ങൾ എനിക്ക് എത്തിക്കണമെന്നുണ്ട്. ഒന്ന് ചെയ്യാനിരിക്കുമ്പോഴായിരിക്കും വേറൊന്നിലേക്ക് ഞാനങ്ങ് പോകുന്നത്. എന്തായാലും ഞാൻ കുറേശ്ശെ ആണെങ്കിൽ ഞാൻ എത്തിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇനിയും കൂടുതൽ പറഞ്ഞ് നിങ്ങളെ ഒന്നും ബോറടിപ്പിക്കുന്നില്ല. നമ്മുടെ ക്യാമറമാനെ ബോറടി തുടങ്ങി. അപ്പോൾ പിന്നെ ഞാൻ അതുകൊണ്ടാണ് നിർത്തുന്നത് കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ സംസാരം ബോറടി അല്ല എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ നമ്മുടെ ക്യാമറമാന് ഭയങ്കര പ്രോബ്ലം. മതി ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സുഹൃത്തുക്കളെ? എന്നാലും ഞാൻ ഇതൊന്നും കേൾക്കത്തില്ല കേട്ടോ, ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുവേ. അപ്പോൾ ശരിയെങ്കിൽ ഇന്നത്തെ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, എനിക്ക് ഉറപ്പുണ്ട്. എല്ലാവരും ഒക്കെ ഒന്ന് ചെയ്ത് നോക്കാം. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു കാര്യം മറന്നുപോയി. ഞാൻ ഒരാൾക്കൊരു വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ നിങ്ങളെ ഒരു കാര്യം കാണിച്ചു തരാമെന്ന്. കഴിഞ്ഞ ദിവസം നമുക്ക് കിട്ടിയ ഒരു ചെയിനാണ്. ഇതിൽ സ്റ്റോൺ ഉണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഞാൻ എടുത്തതാണ്. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഇത് പാസരത്തിനൊക്കെ കൊള്ളാം. അപ്പോൾ ചുമ്മാ കട്ട് ചെയ്തിട്ട് അതിനകത്തൊരു എസ്കോളത്ത് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ സംഭവം ഓക്കെ ആയി. അതിനകത്തൊരു സ്റ്റാർട്ടിങ് റിങ് പോലും നമുക്ക് ആവശ്യമില്ല. കാരണം ഇതിൻ്റെയൊക്കെ ഇടയ്ക്കത്തെ ഇത് കണ്ടോ, ആ ഒരു എന്താണ് റൗണ്ട് വരുന്നത് കണ്ടോ, അത് നമുക്ക് എസ്കോളത്ത് കണക്ട് ചെയ്യാൻ പറ്റിയ സംഭവമാണ്. അവിടെ വെച്ച് നമ്മുടെ കാലിൻ്റെ അളവ് നോക്കിയിട്ട് കട്ട് ചെയ്താൽ മാത്രം മതി. അതുപോലെ തന്നെ ഇത് സിമ്പിൾ മാലയാക്കിയിടാം. വേറൊന്നും ആഡ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ ഞാൻ ആ പറഞ്ഞ പുള്ളിക്കാരിയുടെ അടുത്ത് ഞാൻ പറഞ്ഞു ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ബ്ലാക്ക് ക്രിസ്റ്റലൂടെ ഒന്ന് കൊടുത്ത് നോക്കൂ, ചിലപ്പോൾ നന്നായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഒന്ന് ചെയ്ത് കാണിക്കുമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ചെയ്ത് കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പം നമ്മളത് മറക്കാൻ പാടില്ല. നമ്മുടെ ഒരു കസ്റ്റമർ ആവശ്യപ്പെടുമ്പോൾ നമ്മളങ്ങോട്ട് പറ്റുന്നതാണെങ്കിൽ നമ്മൾ ചെയ്തിരിക്കണം. ഞാൻ ചെയ്ത് കാണിച്ചു കൊടുക്കും കേട്ടോ. നിങ്ങളൂടെ നോക്കിക്കോ. എന്നിട്ട് വേണം പുള്ളിക്കാരി ഇത് ഓർഡർ തന്നേക്കാണ്. ഇപ്പോൾ ഈ ഫ്യൂ സ്റ്റാർ കണ്ടോ, നിങ്ങളിൽ പലരുടെ കയ്യിലും കാണുമായിരിക്കും. ഫ്യൂ സ്റ്റാറിൻ്റെ ഒരു കംപ്ലയിൻറ്റ് ഞാൻ പറഞ്ഞു തരാം. കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു കുട്ടി ഇതുപോലെ ഫ്യൂ സ്റ്റാർ, അത് കുറേ സാധനങ്ങൾ കോഴിക്കോട് നിന്ന് ഒരു ഷോപ്പിൽ, ഇത്തിരി ഫേമസ് ആയ ഒരു ഷോപ്പാണ്. ആ ഷോപ്പൊക്കെ ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണാം ഏത് ഷോപ്പാണ്. ഞാൻ പേര് പറയത്തില്ല കേട്ടോ, മോശമല്ലേ. പിന്നെ അത് വാങ്ങിച്ചപ്പോൾ എത്തിട്ട് കാണിച്ചപ്പോൾ ഇത്രയേ സ്ഥലം കറുത്തിരിക്കുന്നു. അവർ പറയുകയാണ് ഞാൻ എങ്ങനെ ചേച്ചി ഇത് വർക്ക് ചെയ്ത് കൊടുത്തു വിടുന്നതെന്ന്. അതുപോലെ 10,000 രൂപയുടെ സാധനമാണ് അവർ പർച്ചേസ് ചെയ്ത് ആ ഒരു കടയിൽ നിന്ന്. അപ്പോൾ നമുക്കതിൽ എന്ത് പറയാൻ പറ്റും? അവർക്ക് ഈ പറയുന്ന കൊടുക്കുന്ന എല്ലാവർക്കും വാങ്ങാനും പറ്റുള്ളൂ. നമ്മളായാലും ശരി. അന്ന് കഴിഞ്ഞ ദിവസം ഞാൻ കാണിച്ചില്ലേ ചക്കിരി, എനിക്ക് തന്നു, ഞാൻ ഇവിടെ കൊണ്ടുവന്നപ്പോഴല്ലേ അതിൻ്റെ ആ ഒരു വ്യത്യാസം മനസ്സിലാക്കുക. അതുപോലെ തന്നെ പുള്ളിക്കാർ പറഞ്ഞു ചക്കിരി അതുപോലെ തന്നെ അവർ 10,000 രൂപയുടെ സാധനങ്ങളെല്ലാം ഇവിടെ പർച്ചേസ് ചെയ്തെടുത്തത്. അപ്പം നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല. നമ്മൾ കൊടുക്കുന്ന സാധനത്തിന് ഞാൻ ഗ്യാരണ്ടി ഉണ്ടാവും, മനസ്സിലായോ? അല്ല ചിലർ നമ്മളെ ആക്കാൻ വേണ്ടി സംസാരിക്കുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായല്ലോ. അതായത് എല്ലാം തികഞ്ഞവരാണ് അവർ. ഇതിലൂടെ ഞാൻ പറയുകയാണ്, എൻ്റെ എല്ലാ ആൾക്കാരും കേൾക്കാൻ വേണ്ടി ഞാൻ പറയാം. അവർ എന്തൊക്കെയോ ആയി അങ്ങ് വലിയ ഫേമസ് ആയ ആൾക്കാരാണ്. ഞാൻ എൻ്റെ പൊന്നു കുഞ്ഞുങ്ങളെ, ഞാൻ ഇതിനകത്ത് ഒരു ഫേമസും അല്ല. എനിക്കറിയാവുന്ന സംഭവങ്ങൾ ഞാൻ നിങ്ങളിൽ കാണിച്ചു തരുന്നു. നിങ്ങൾ വർക്ക് ചെയ്യുന്നു, മിടുക്കുള്ളവർ ഇതിൻ്റെ അപ്പുറത്തെ ചെയ്യുന്നു. അത്രയേ ഉള്ളൂ ഇതിലൊരു വ്യത്യാസം. പിന്നെ മറ്റു എത്രയോ പേര് ജീവിക്കുന്നുണ്ടെന്നറിയാം. ഇതുകൊണ്ട് ഞാനിങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പം സാധനങ്ങൾ നല്ല നോക്കിയെടുക്കുക. എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങാൻ വേണ്ടി ഞാൻ ഒരിക്കലും ആരെയും നിർബന്ധിക്കാറില്ല. അപ്പോൾ ഇത് ഫ്രണ്ട് വശമാണല്ലോ, സ്റ്റോൺ കണ്ടോ, ഫ്രണ്ട് വശത്ത് ഇതിനൊരു ബാക്ക് സൈഡും ഉണ്ടാവും. ബാക്കിൽ സ്റ്റോൺ ഇല്ലല്ലോ, കണ്ടോ? അപ്പോൾ അത് കണക്കാക്കി വേണം നമ്മൾ ഈ ഫ്യൂ സ്റ്റാർ കെട്ടാനായിട്ട്. ഇത് മനസ്സിലാക്കാൻ വേണ്ടി ആ പുള്ളിക്കാരിക്ക് ചെയ്യണമെന്ന് അങ്ങനെ ഒന്ന് കാണിച്ച് കൊടുക്കണേന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഇതിൻ്റെ ഇടയ്ക്കുള്ളൊരു ഹോളിലേക്ക് കയറുക. അത്ര അളവൊന്നും നോക്കിയിട്ടല്ലേ ഞാൻ ആ പുള്ളിക്കാരിക്ക് ഒന്ന് കാണിച്ചു കൊടുക്കുകയാണ്. ജസ്റ്റ് ഇതാണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ഹോൾ കണ്ടല്ലോ, ഫ്രീ ആയിട്ട് കിടക്കുന്ന ഒരു ഹോളാണത്. ഇതാണ്ട് ഇത് കണ്ടോ, ഇതിലാണ് ഞാൻ പറഞ്ഞ പാസരം കട്ട് ചെയ്യുമ്പോൾ എസ്കോളത്തിടാനായിട്ട് ഞാൻ പറഞ്ഞത്. ഇനി ഇത് കയറ്റി അങ്ങോട്ട് പ്രസ് ചെയ്യാതെ കുറച്ചൊന്ന് ജസ്റ്റ് ഒന്ന് ഇത്രയും ഗ്യാപ്പ് ഇട്ടേക്കണേ, ഇത്രയും സ്പേസ് ഇട്ടേക്കണേ ഇതിൻ്റെ കമ്പിക്ക്, എങ്കിലത് ഹാങ് ചെയ്ത് കിടക്കത്തുള്ളൂ. എന്നിട്ട് ഇതിനെ പിടിച്ച് വെച്ചിട്ട് നമ്മളിങ്ങനെ മൂർച്ചയുള്ള കട്ടിംഗ് പ്ലെയർ വെച്ച് ഒന്ന് കട്ട് ചെയ്യുക. ജസ്റ്റ് ഒന്ന് ഇതിനെ അങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം ഇങ്ങനെ മുഴച്ചൊക്കെ ഇരിക്കുന്നെങ്കിൽ അതിനൊന്ന് ജസ്റ്റ് അകത്തോട്ട് കയറ്റി കൊടുക്കുക. അപ്പോഴേ ഇങ്ങനെ ഈ കൂട്ടത്തിൽ ഇവരും ഇങ്ങനെ കിടന്നോളും. ബ്ലാക്ക് കണ്ടോ? അപ്പോൾ അതല്ലേ ഭംഗി വരുന്നത്. അപ്പോൾ പുള്ളിക്കാരിക്ക് കാണിച്ചു തന്നിട്ട് ഞാൻ ഒരെണ്ണേ കാണിച്ചുള്ളൂ. ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ നമ്മുടെ ഈ ഭാഗത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്താൽ മതി. ഈ ബ്ലാക്ക് ഇട്ട് കൊടുത്താൽ മതി. അങ്ങ് അടുപ്പിച്ചൊന്നും ഇട്ട് കൊടുക്കണ്ട കേട്ടോ.
ഞാൻ എനിക്ക് തരുന്ന പാർട്ടികൾ ഇത് ഗ്യാരണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനും നിങ്ങളടുത്ത് ഗ്യാരണ്ടി എന്നാണ് പറയുന്നത്. ഗ്യാരണ്ടി ആണെന്ന് പറഞ്ഞുകൊണ്ട് ചിലരെന്ത് ചെയ്യുന്നറിയോ, ഫുൾ ടൈം അയ്യോ എന്ന് പറയും കേട്ടോ, പത്തനംതിട്ട സ്ഥലത്ത് അയ്യത്ത് പോയാലും അല്ലെ വെളയിൽ പോയാലും അവരിതൊക്കെ ഇട്ടങ്ങ് അണിഞ്ഞ് നടക്കും. നമ്മൾ ഗ്യാരണ്ടി പറഞ്ഞിട്ടുണ്ടല്ലോ, അതുകൊണ്ട് അവർക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യും. നിങ്ങളൊന്ന് ആലോചിക്കണം, ഇന്നത്തെ സ്വർണ്ണത്തിൻ്റെ വില എത്രമാത്രം കൂടുതലാണെന്നുള്ളത്. അപ്പം നമ്മളത്രയൊന്നും പറയുന്നൊന്നുമില്ലല്ലോ. കൂടിപ്പോയ ഒരു 500 അല്ലെ ഒരു 600 രൂപ പാദസരത്തിന് പറയും, അല്ലെ ഒരു 650 750 രൂപ പറയും ഗ്യാരണ്ടിക്ക്. അപ്പോൾ ആ 750 രൂപയുടെ സാധനം ഫുൾ ടൈം ഇട്ടുകൊണ്ട് ആടി നമ്മൾ അവിടെ ഇവിടെയെല്ലാം കയറി കണ്ട വയലിലുമൊക്കെ നടന്നു കഴിഞ്ഞ് ഗ്യാരണ്ടി പോയി എന്ന് പറയാൻ അങ്ങനെയൊന്നും പറയില്ല കേട്ടോ. പ്രധാനപ്പെട്ട എവിടെയെങ്കിലും പോകുമ്പോൾ മാത്രം നിങ്ങൾ കാലിലും കഴുത്തിലൊക്കെ അണിഞ്ഞു പോവുക. അതിനുള്ള ഗ്യാരണ്ടിയെ നമ്മൾ തരത്തുള്ളൂ, അല്ല ഫുൾ ഗ്യാരണ്ടി ഒന്നും നമ്മൾ പറയാം പ്രാപ്തരല്ല കേട്ടോ. അതുകൊണ്ട് എല്ലാവരും അതൊന്ന് മനസ്സിലാക്കിക്കോളൂ. അപ്പം ഇന്നത്തെ വിഷയം ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത ശനിയാഴ്ച നമുക്ക് വീണ്ടും കുറച്ച് വിശേഷങ്ങളുമായിട്ട് കാണാം. ഓക്കെ, ബൈ.